ഇസ് ആലൻ ലേണിംഗ് അഖില മിസ് ആണ്. സോ ദാ നമ്മുടെ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്റഗ്രേഷന്റെ കൂടാണ് അല്ലേ, ഇന്റഗ്രേഷൻ ഡേ 1 ഡേ 2 ഡേ 3 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇനി നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് ദാ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ മക്കളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. തോട്ടം നിർമ്മിക്കാം. നമ്മുടെ സ്കൂളിൽ തോട്ടം ഒരുക്കണം. അപ്പൊ നമ്മുടെ നീതുവും കൂട്ടുകാരും തോട്ടത്തിലേക്ക് വേണ്ടുന്ന ചെടികളുടെ ലിസ്റ്റ് തയ്യാറാക്കി. അപ്പൊ സ്കൂൾ ഒരു തോട്ടം തയ്യാറാക്കാൻ വേണ്ടി പോവാണ്. ആ തോട്ടത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ചെടികളുടെ ലിസ്റ്റ് ആര് തയ്യാറാക്കി? നമ്മുടെ നീതുവും കൂട്ടുകാരും തയ്യാറാക്കി. ആ ലിസ്റ്റാണ് ഇത് അവിടെ കൊടുത്തിരിക്കുന്നത്. ചീര, ചേന, മുല്ല, ചെമ്പരത്തി, റോസ്, ചേമ്പ്, മരച്ചീനി, പയർ, മത്തൻ, കാച്ചിൽ. ഇത്രയും ആളുകളെ അല്ലെ, ഇത്രയും ചെടികളെ നമ്മുടെ നീതുവും കൂട്ടുകാരും എന്ത് ചെയ്തിട്ടുണ്ട്? ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇവയെ നമ്മൾ പട്ടികപ്പെടുത്തണം. എങ്ങനെ പട്ടികപ്പെടുത്താം? ഇത് ഭാഗം ഉപയോഗിച്ചിട്ടാണ് ഇവരെ നമ്മൾ കുഴിച്ചിടുന്നത് അല്ലെ. വിത്ത് കുഴിച്ചിട്ടിട്ടാണോ, കമ്പ് കുഴിച്ചിട്ടിട്ടാണോ, ഇനി അതല്ല വേറെ ഏതെങ്കിലും ഭാഗങ്ങൾ കുഴിച്ചിട്ടിട്ടാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ പട്ടികപ്പെടുത്തണം. അതാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. നമ്മളിതാ 3 ആയിട്ടാണ് ഇവരെ എന്ത് ചെയ്തിട്ടുള്ളത്? തരം തിരിച്ചിരിക്കുന്നത്. ആദ്യം ഇതാ വിത്ത് നട്ടുണ്ടാവുന്നവ, അത് കഴിഞ്ഞിട്ട് ഇതാ കമ്പ് നട്ടിട്ടുണ്ടാവുന്നതോ അല്ലെ. നമ്മുടെ കൊമ്പ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കുഴിച്ചിടാറില്ലേ? അങ്ങനെ. ഇനി ഇതല്ലെങ്കിൽ എന്താണ്? യെസ്, കിഴങ്ങ് നട്ടുണ്ടാവുന്നവ. ചിലത് നമ്മൾ വിത്തും കൊമ്പും ഒന്നും അല്ല അല്ലെ, കൊമ്പ് അല്ലെങ്കിൽ കമ്പ് അല്ലെ, ഇതൊന്നും അല്ല, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കിഴങ്ങ് കുഴിച്ചിടാറുണ്ട്. അപ്പൊ കിഴങ്ങ് കുഴിച്ചിട്ടുണ്ടാവുന്നതിനെയും എന്ത് ചെയ്യണം? നമ്മൾ പട്ടികപ്പെടുത്തണം. അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അല്ലെ. വിത്ത് നട്ടുണ്ടാവുന്ന ആളുകളാണ് നമ്മുടെ ചീര, പയർ, മത്തനൊക്കെ. നിങ്ങൾ തന്നെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. പയറിന്റെ ഒക്കെ വിത്താണ് നമ്മൾ എന്ത് ചെയ്യുക? കുഴിച്ചിടുക അല്ലെ. അപ്പൊ ചീര ആയിക്കോട്ടെ, പയറായിക്കോട്ടെ, മത്തനായിക്കോട്ടെ, ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വിത്ത് കുഴിച്ചിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി കമ്പ് നട്ടുണ്ടാവുന്ന ആളുകളാണ് മുല്ല, റോസ്, ചെമ്പരത്തി, അതുപോലെ തന്നെ നമ്മുടെ മരച്ചീനിയും. ഇപ്പൊ മുല്ല, റോസ്, ചെമ്പരത്തി മക്കൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ. പൂക്കളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ നല്ല നിറങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കമ്പല്ലേ വാങ്ങിക്കാറുള്ളത്. അത് ഓർത്ത് വെച്ചാൽ മതി. കൂട്ടത്തിൽ ഇതാ നമ്മുടെ മരച്ചീനിയും ഉണ്ട്. ഇനി കിഴങ്ങ് നട്ടുണ്ടാവുന്നവയോ? നമ്മൾ പറയുന്ന നമ്മുടെ ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ കിഴങ്ങുകളാണ് അല്ലെ. ഇവരൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? കിഴങ്ങ് നട്ടിട്ടാണെന്നുള്ള കാര്യം കൂടെ മക്കൾ ഓർത്ത് വെക്കുക. ഇതിന്റെ കൂടെ മക്കൾക്ക് ഓർത്ത് വെക്കാനായിട്ട് മിസ് ദാ ഒരു എക്സ്ട്രാ പോയിന്റും കൂടെ പറഞ്ഞിരുന്നുണ്ട്. ഇല മുളച്ചുണ്ടാവുന്ന ഒരു ചെടി. നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും കണ്ടുവരുന്നതാണ് അല്ലെ. ഇതാ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. ഇല മുളച്ചുണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇതാ ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾ ഇലയിൽ നിന്നൊക്കെ ഇതാ മുള വരുന്നത് കണ്ടോ. അപ്പൊ ഇല മുളച്ചി എന്നുള്ള പേര് കൂടെ മക്കള് ഓർത്ത് വെക്കുക. ഇനിയും നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ മിസ് ഇതാ വഴിയെ വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ ആരും പേടിക്കേണ്ട, അടിപൊളിയായിട്ട് തന്നെ എക്സാം എന്ത് ചെയ്യുക മക്കൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഇനി കാണുന്നവരേക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.